എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, അപ്പോൾ ഇന്ന് പിഗ്മെന്റേഷൻ, മുഖക്കുരു വന്ന കറുത്ത പാടുകൾ, ഇതൊക്കെ ഒരുപാട് പേര് അലട്ടുന്ന പ്രോബ്ലംസ് ആണ്. ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് കെയർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മാറത്തില്ല. നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള കെയറും കറക്റ്റായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഞാൻ ഇന്നലെ കാണിച്ചില്ല, ഇവിടെ അത് വന്നിട്ട് കുറേ ദിവസമായി. കാരണം അതിനെ കൃത്യമായിട്ട് ഞാനത് കൈകൊണ്ട് തൊടുവോ അല്ലെങ്കിൽ പിച്ചോ മാന്തോ ഒന്നും ചെയ്യത്തില്ല. അതിനെ ഫ്രീ ആയിട്ട് വിടുക. അതിനായിട്ട് മാന്തം പിച്ചയൊക്കെ ചെയ്യുമ്പോഴാണ് അത് കറുത്ത ഡോട്ടുകളായിട്ടും പിന്നെ അത് കുഴികളായിട്ടും ഒക്കെ മാറുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിനെ പിച്ചോ മാന്തോ ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കുഴി വന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഈസി ആയിട്ട് അങ്ങോട്ട് നികരത്തില്ല. നമുക്ക് പുട്ടിയൊന്നും ഇടാതെ അത് ഈസി ആയിട്ട് നികരത്തില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഴി വന്നതിന് ശേഷം, അതായത് പോർസ് വന്നതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും ഒരു മുഖക്കുരു വന്നെന്ന് വെച്ചോളൂ, അത് വന്ന് നികന്നു പോയി കഴിഞ്ഞാൽ ആ പോർസ് ക്ലോസ്ഡ് ആവും. അതുകൊണ്ടാണ് എപ്പോഴും ഈ മുഖക്കുരു വരുമ്പോയിട്ട് നോണ്ടരുത് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരു പിഗ്മെന്റേഷൻ കോംബോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ പിഗ്മെന്റേഷൻ കോംബോ വളരെയധികം ഞാൻ ഒരുപാട് പേരിൽ പരീക്ഷിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ കോംബോയാണ് നിങ്ങളുടെ മുമ്പിൽ തന്നേക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കണം കേട്ടോ. ഞാനിപ്പോൾ പിഗ്മെന്റേഷൻ കോംബോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് ആ കോംബോയിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പ്രോഡക്ട്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് മസാജിങ്, നമ്മുടെ ഫേസ് എക്സസൈസ്, എന്ന് ഫേസ് മസാജിങ് അല്ല, ഫേസ് എക്സസൈസ് കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം, കുറച്ച് വീഡിയോസ്. നമ്മുടെ ഫേസ് എക്സസൈസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വീക്ക്ലി 3 days മാത്രമേ ക്ലാസ് ഉള്ളൂ. ½ an hour മാത്രമുള്ള ഫേസ് മസാജ് ക്ലാസ്സസ് ആണ്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ 2-3 സ്റ്റെപ്സ് എക്സർസൈസ് കാണിച്ച് തന്നിട്ട് പിഗ്മെന്റേഷൻ കോംബോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും, ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് കബോൽ ധോത്തി ക്രിയ. അത് വളരെയധികം നമുക്ക് സ്ട്രെസ് റിലീസാണ്, നമുക്ക് മുഖക്കുരു, പിഗ്മെന്റേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കൃത്യമായിട്ട് ശ്വാസം ഉള്ളിലെടുത്ത് ശ്വാസം വിടുന്ന ഒരു രീതിയാണ്. അത് നമ്മുടെ ടോക്സിൻസ് ഒക്കെ വെളിയിൽ കളയാനുള്ള, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫേസ് എക്സസൈസുകളാണ് നമ്മൾ ഈ പിഗ്മെന്റേഷനും മുഖക്കുരു ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ കുറേ ക്രീമുകളും കെമിക്കലും ഒക്കെ വാങ്ങി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള സ്കിന്നും കൂടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ആയുർവേദിക്കായിട്ട് ഹെർബലായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല. പോകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം നാളായിട്ടതുണ്ട്, എത്ര ഡെപ്ത് ഉണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുമോ ഇല്ലയോ എന്നുള്ളത് ചേർന്നിരിക്കും. ഞാൻ ആർക്കും നിങ്ങൾക്ക് 100% പോകും കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ്, നിങ്ങൾ എത്ര വിശ്വാസത്തോടെയാണ് അത് ചെയ്യുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പിഗ്മെന്റേഷൻ മാറിക്കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കബോൽ ധോത്തി ക്രിയ. കബോൽ ധോത്തി ക്രിയ അതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈയുടെ വിരലുകളെല്ലാം ഇതേപോലെ ചേർത്ത് വയ്ക്കുക. അതായത് വിരലിൻ്റെ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വരെയുള്ള ഭാഗം ഇതേപോലെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം കൈ ഇതേപോലെ താഴേക്ക് കുനിക്കുക. താഴേക്ക് കുനിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വായിൽ എയർ ഫില്ല് ചെയ്ത് വെക്കുക. ഫില്ല് ചെയ്ത് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കണം. എങ്ങനെയാണ്? എന്നിട്ട് ശ്വാസം വിടരുത്. ഇപ്പം ഞാൻ പറഞ്ഞു തരുവാണ് ഡെമോ. എന്നിട്ട് നിങ്ങളുടെ മൂക്ക് രണ്ടും അടച്ചു വെച്ചിട്ട് കണ്ണ് നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് നോക്കുക. ഇതാണ് കബോൽ ധോത്തി ക്രിയ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ രണ്ടും ചേർക്കുക, താഴേക്ക് ആക്കുക. കേട്ടോ. എന്നിട്ട് പതുക്കെ നിങ്ങൾ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ശ്വാസം 10-20 seconds ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പതുക്കെ ശ്വാസം വായിൽ കൂടി വെളിയിലേക്ക് വിടുക. ഇതാണ് കബോൽ ധോത്തി ക്രിയ എന്ന് പറയുന്നത്. ഇത് ഒരു 3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഇതേപോലെ സെയിം മനസ്സിലാകാത്തവർ ഒന്നും കൂടെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യുക. 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബലൂൺ പോസ്. അതായത് നമ്മുടെ വായിൽ നല്ലപോലെ എയർ ഇൻടേക്ക് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ വായിൽ നല്ലപോലെ എയർ നിറച്ചിട്ട് നമ്മുടെ 2 വിരൽ കൊണ്ട്
ചുണ്ടിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. എയർ നിറയ്ക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ചിട്ട് വേണം എയർ നിറയ്ക്കാനായിട്ട്. 20 സെക്കൻഡ്സ് കാണിച്ചു തരാം. പതുക്കെ ശ്വാസം വെളിയിലേക്ക് വിടുക. ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്ന സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ് ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ശ്വാസം എടുക്കുന്നത് വിടുന്നത് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വായിൽ എയർ നിറച്ചു വെച്ചിട്ട് ഓപ്പോസിറ്റ് കവിളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എങ്ങനെയാ വെച്ചാൽ കേട്ടോ, ഇതുപോലെ 20 സെക്കൻഡ്സ് ഓപ്പോസിറ്റ് കവിളിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് വായിൽ നല്ല പോലെ എയർ നിറച്ചതിന് ശേഷം താഴേക്ക് കുനിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ വെള്ളം ഉപയോഗിച്ചും ചെയ്യാം, എയർ ഉപയോഗിച്ചും ചെയ്യാം. വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുഖക്കുരുവൊക്കെ പെട്ടെന്ന് മാറാൻ വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെ വെച്ചാൽ വായിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്യുക. വെള്ളം ഉപയോഗിച്ചാകുമ്പോൾ നല്ല പോലെ ഒരു പ്രഷർ വായ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് വായിൽ ബലൂൺ പോലെ വായി നിറച്ചിട്ട് എയർ വിടുക. വീണ്ടും നിറയ്ക്കുക, എയർ വിടുക. വായ് ഓപ്പൺ ചെയ്യുന്നില്ല. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈതേ ഈ ഒരു മുദ്രയിൽ പിടിച്ച് 2 തൊടയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ണടച്ചു വെച്ച് റിലാക്സ് ആയിട്ട് ചെയ്യുക. നമ്മളെ സ്ട്രെസ്സും ബസ്റ്റ് ആകും, നമുക്കൊരു നല്ല റിലാക്സേഷനും കിട്ടും. നല്ല ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് മൈൻഡൊക്കെ നല്ല റിലാക്സേഷൻ ആയിട്ട് ഇരിക്കാനായിട്ടും കഴിയും. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയി നമ്മുടെ പിഗ്മെന്റേഷനും മുഖക്കുരുവും ഒക്കെ മാറാനായിട്ട് സഹായിക്കും. ഓക്കെ, എല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ, എൻ്റെ പേര് കവിത എന്നാണ്. നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഒരു ബെൽ ബട്ടനും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ വെച്ചിരുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയാം. ഇതിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാഷ് പൗഡറാണ്. ഈ ഒരു ഫേസ് വാഷ് പൗഡർ എന്ന് പറഞ്ഞാൽ പിഗ്മെന്റേഷൻ, മുഖക്കുരു, മുഖത്തിന്റെ ഡൾനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള, എൻ്റെ ഒരു എന്താ പറയുന്നത്, സ്വന്തം എന്നോട് എൻ്റെ എല്ലാ പ്രോഡക്ട്സും എനിക്ക് അങ്ങനെ തന്നെയാണ്. എങ്കിലും ഫേസ് വാഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് നിങ്ങൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ജ്യൂസിലോ മിക്സ് ചെയ്ത് ഫേസിൽ പാക്ക് പോലെ ഇട്ട് കഴുകിക്കളയാം. അതായത് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കൈ കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കഴുകിക്കളയാം. ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഒരുപാട് മുഖക്കുരുവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഒരു 2 മിനിറ്റ്സ് ഇട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെയാണ് ഫേസ് വാഷ് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പിഗ്മെന്റേഷൻ ഉള്ളവർ അല്ലെങ്കിൽ മുഖക്കുരു ഉള്ളവർ ഈ ഒരു ഫേസ് വാഷ് പൗഡർ രാവിലെയും വൈകുന്നേരവും നല്ല പോലെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഇതിനോട് പാക്ക് ഉണ്ട്, അതായത് ഞാനൊരു സോപ്പും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനുള്ളൊരു സോപ്പാണ്. ഈ പല രീതിയിലുള്ള സോപ്പുകളാണ് എനിക്ക് തരുന്നത്. ഇത് ടർമറിക്, കോക്കനട്ട്, അലോവേര, സാൻഡൽ ഇത്രയുള്ളതാണ് ഇത്. അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഒരുപാട് സോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സോപ്പ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ആക്ച്വലി ദിവസം 3 പ്രാവശ്യം മുഖം കഴുകണം. 2 പ്രാവശ്യം നമുക്ക് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാം. ഉച്ചയ്ക്ക്, ഇത് പിഗ്മെന്റേഷൻ ഉള്ളവർക്കാണ് കേട്ടോ, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് വെച്ച് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണമയം ഒന്നും ഫേസിൽ പോയി അടിയത്തില്ല. ഫേസ് നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഈ സോപ്പിനകത്തൊക്കെ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയി പോകത്തില്ല. സ്കിന്ന് നല്ല നീറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ 2 നേരം ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്യണം.
ഒരു നേരം ഫേസ് വാഷ് സോപ്പ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടും. അറ്റവും മുറിയായിട്ട് ഏതെങ്കിലും ഒന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ ആണ്, അത് പോകാൻ കുറച്ച് പാടാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. അപ്പോൾ അതിന് കോംബോയ്ക്കകത്തുള്ള ഫേസ് വാഷ് പൗഡറും ഫേസ് വാഷ് സോപ്പും അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ പിഗ്മെന്റേഷൻ പൗഡർ. ഈ ഒരു പൗഡറിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരിതൾ താമര. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. എങ്കിലും ഒരിതൾ താമരയാണ് ഇതിന് മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒരിതളുള്ള താമരയുടെ പൂവ് പൊടിച്ച് ഉണ്ടാക്കുന്ന പൊടിയാണ്. അപ്പോൾ ഈ പിഗ്മെന്റേഷൻ പൗഡർ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ചെറിയൊരു ചുമയുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തൈരിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഭയങ്കര ഓയിലി ഫേസ് ഒക്കെ ആണെന്നുള്ളവരാണെങ്കിൽ വെറും വെള്ളത്തിൽ ഒന്നും വേണ്ട. ഇത് ഈ പിഗ്മെന്റേഷൻ പൗഡറിലാണ് ഗുണം. നിങ്ങൾ എന്തിലും മിക്സ് ചെയ്യുന്നു എന്നുള്ളതിലേ അല്ല. നിങ്ങൾ അങ്ങനൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വെറും പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സംഭവത്തിനകത്തല്ല ഈ പിഗ്മെന്റേഷൻ പൗഡറിന്റെ ഗുണം ഉള്ളത്. നിങ്ങൾ ഈ പൗഡറിനകത്ത് തന്നെയാണ് ഈ ഗുണം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പൗഡർ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്ത്, ഏതായാലും സൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ രാത്രി ഇടണ്ട, സൈനസ് ഒക്കെ ഉള്ളവർ പകലിടുക. സൈനസ് ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ രാത്രി ഈ ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസ് നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം, അത് നമ്മുടെ ഫേസ് വാഷ് പൗഡറൊക്കെ ഇട്ട് വാഷ് വെച്ചേക്കുക. അപ്പോൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ പിഗ്മെന്റേഷൻ ക്രീം. ഈ പിഗ്മെന്റേഷൻ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു പൗഡറും കൂടെ തരും. ഈ ഒരു പൗഡർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ പിഗ്മെന്റേഷൻ ക്രീമിനകത്ത് ഈ ഒരു പൗഡർ നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഈ സാധനം കേടായി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബോട്ടിലായിട്ട് ഞാൻ തരുന്നത്. ഇത് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ എന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫേസ് നല്ല പോലെ വാഷ് ചെയ്തിട്ട് കുറച്ച് ക്രീം എടുത്ത് ഫേസിൽ തരിതരിപ്പോലും ഉണ്ടാവും, കാരണം പൊടിയും കൂടെ ഉള്ളതല്ലേ. പക്ഷേ നിങ്ങൾ കഴുകി കളയരുത്. നല്ല പോലെ ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ എഴുന്നേറ്റ് ഇളം ചൂടുവെള്ളത്തിൽ വളരെ വാം ആയിട്ടുള്ള വാട്ടറിൽ നല്ല പോലെ വാഷ് ചെയ്യുക ഫേസ്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യൂ, മെനക്കെട്ട് ചെയ്യണം നിങ്ങൾ. ഞാനിത് ചെയ്യും, എൻ്റെ പിഗ്മെന്റേഷൻ ഞാൻ മാറ്റിയെടുക്കും. പിഗ്മെന്റേഷൻ മാത്രമല്ല, അൺഈവൻ സ്കിൻ ടോൺ, ഫേസിൻ്റെ ഡിസ്കളറേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുഖക്കുരുവൊക്കെ ഉള്ളവരാണ്, മുഖക്കുരുവിൻ്റെ മാറാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിഗ്മെന്റേഷൻ പൗഡർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സൗന്ദര്യ ലേപനം എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്താലും മതി കേട്ടോ. അതിനും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം ഇങ്ങനെയാണ് നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പിഗ്മെന്റേഷൻ കോംബോയിൽ വരുന്നത്. കംപ്ലീറ്റ് നാച്ചുറൽ. ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള കെമിക്കലോ കുന്ത്രാണ്ടങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യമെങ്കിലും ഈ പിഗ്മെന്റേഷൻ ഒരുപാട് മരുന്നുകളും കാശുകളും ഒക്കെ ചിലവാക്കിയില്ലേ, ഇത് പറയുന്നത് ലേസർ, കുന്തം, കുറച്ചക്ര എല്ലാം ചെയ്തില്ലേ. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 months യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പിഗ്മെന്റേഷൻ എന്നൊരു സംഭവം വരുകയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ ഞാൻ ഈ പറഞ്ഞ എക്സർസൈസുകളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനൊരു നട്ട്സ് ഡ്രിങ്ക് പറഞ്ഞിട്ടില്ലേ, ഇതിന് 2 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ആ ഒരു ഡ്രിങ്കും നിങ്ങൾ ദിവസവും കുടിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഡ്രിങ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കുറച്ച് ആരോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ ഈ ഡ്രിങ്ക് വാങ്ങിച്ച് കുടിക്കാൻ, ഞങ്ങൾ പാവങ്ങൾ എന്ത് ചെയ്യാനാണെന്ന്. കുറച്ച് കാശ കൊടുത്താലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കുക. നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ പൗഡർ ഒരു 2 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അറിയട്ടെ ഈ പ്രോഡക്ട്സിന് എന്തൊത്തോളം നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റുമെന്ന്. എപ്പോഴും നാച്ചുറലായിട്ട് ജീവിക്കുക, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക, ദൈവവിശ്വാസത്തോട് ജീവിക്കുക, നല്ല കാര്യങ്ങൾ ആലോചിച്ച് ജീവിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, നല്ല പോലെ ഉറങ്ങുക, ചിരിക്കുക, ധാരാളം സംസാരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. സ്ട്രെസ്സൊക്കെ ഈ പിഗ്മെന്റേഷന് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.